പക്ഷേ എനിക്കിതാ ഈ സൈഡിലേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചൊരു റീപ്ലെയിം ബ്ലോക്കിൻ്റെ വർക്കാട്ടോ ആ സൈഡിലുള്ളത്. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ക്രാക്ക് ഉണ്ട്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ഇങ്ങോട്ട് കഴിയുന്ന ഒരു ഏരിയയിൽ വെങ്ങളം ബ്രിഡ്ജ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം കുറ്റിപ്പുറം അങ്ങോട്ട് കഴിഞ്ഞാൽ വണ്ടികൾക്ക് ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരാട്ടോ. ഏകദേശം ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയയിൽ ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരാ. മലപ്പുറം KNRCL റീച്ചും നമ്മുടെ KAMCൻ്റെ റീച്ചും ഒക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. ബൈപ്പാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വടകര റീച്ചിലേക്ക് പോയിട്ടോ. വടകര നമ്മുടെ വാഗടിൻ്റെ റീച്ചിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാട്ടോ അവസ്ഥ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. വാഗടിൻ്റെ വർക്കിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇതാ ഇവിടെ വന്നിട്ട് നിൽക്കേണ്ട ഗതികേടാ കേട്ടോ. വടകര റീച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 49 കിലോമീറ്റർ ദൂരത്തിലുള്ള വടകര റീച്ച്. അതിവിടെ ഇതാക്കട്ടെ അവസ്ഥ. ഇവിടെ ഇങ്ങോട്ട് ഏകദേശം വർക്കുകളൊക്കെ നമ്മുടെ ചെങ്ങോട്ടുകാവ് എത്തൂല, അതിനെക്കാട്ടി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇപ്പുറമായിട്ട് അതുവരെ വർക്ക് ഏകദേശം 60 പാതൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഫിനിഷായാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉഷാറായിട്ട് അതുവരെ പോകാം. അതുപോലെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഹരം. അതേ സമയത്ത് നമ്മളെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പം ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോയി വെക്കാം വർക്ക്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ പോവാം. എന്നാലും നമുക്ക് കുറച്ച് അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ ഏരിയ ഉണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിനിടയിലൊരു കാഴ്ച കണ്ടു കേട്ടോ. ഈ ഡ്രെയിനേജ് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾ സ്ലാബിൻ്റെ മുകളിൽ കൂടി വാഹനം പോയിട്ട് പൊട്ടിയതാട്ടോ. ഇങ്ങനെയൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പം എന്താ അവസ്ഥ അല്ലേ? തീരെ കനല്ലേ, 3 ഇഞ്ച് കനമുള്ളൂ. എന്താ ഡ്രെയിനേജ് ഇതിപ്പോൾ സാധാരണ നല്ല സ്ലാബ് വാർത്ത് വെച്ചത് പൊട്ടിയതാട്ടോ. ഇതൊക്കെ അറിയാതെ വാഹനങ്ങൾ ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി കയറും. പക്ഷേ നമ്മുടെ സർവീസ് റോഡ് എന്തായാലും ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി കയറി പോകേണ്ടതാണല്ലോ. ഒരു 2 വരിൻ്റെ വീതി അതാ ആ വാഹനം പോകണ്ടില്ലേ. അപ്പം ഇതുപോലെ ഏതെങ്കിലും സ്ലാബൊക്കെ കൊണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. പിന്നെ അതുപോലെ ഒറ്റ സ്ലാബ് ഇങ്ങനെ നീങ്ങിപ്പോണ കാഴ്ചയുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരാം. അതും ഈ യാത്ര തന്നെ നമുക്ക് കാണാം കേട്ടോ. സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ട് ആ സ്ലാബ് ഡ്രെയിനേജിലേക്ക് വീണ കാഴ്ച. എന്തായാലും നല്ല ഹരാണ്. ഈ സർവീസ് റോഡ് ഇങ്ങനെ ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രെയിനേജും റോഡൊക്കെ ഒന്നും ഒരു ബന്ധമില്ലാത്ത മാതിരിയാണ് ചില ഏരിയയിലുള്ള വർക്കുകൾ. കുറച്ചങ്ങോട്ട് പോന്നിട്ടുള്ള ഒരു അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസ് നമ്മുടെ തിരുവങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അണ്ടർപാസ്. ഇവിടെ അപ്പുറത്തെ സൈഡും ആ ഭാഗത്തുള്ള സർവീസ് റോഡും മൊത്തം ബ്ലോക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള 60 പാതൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് മൊത്തത്തിൽ സർവീസ് റോഡിലൂടെയുള്ള യാത്ര. അത് കുറേ കാലമായി സർവീസ് റോഡിലൂടെ പോണേ, പക്ഷേ വർക്ക് അതിനനുസരിച്ച് സ്പീഡില്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം കേട്ടോ. ഇനി നിൽക്കണ നമ്മുടെ ഈ ഗേറ്ററിൻ്റെ അവിടെ ജോയിൻറ്റ് ചെയ്യാണ്ട്, അതുപോലെ ഇവിടെ ഈ ഭാഗത്തും ജോയിൻറ്റ് വർക്ക് ഉണ്ട്. ഇതിങ്ങനെ മെല്ലെ സ്ലോയിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിയില്ലേ. വാഗട് എന്തായാലും വളരെ സ്ലോ ആണ് കേട്ടോ. സ്ലോ എന്തോ അവരുടെ പൈസ കിട്ടായിട്ടാണോ എന്താ അറിയില്ല. വാഗട് എന്ന കമ്പനി ഒന്ന് സ്ലോയിലാണ് ഇവിടെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ബൈപ്പാസിനും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ മെല്ലെ സ്ലോയിൽ അങ്ങനെ പോകാം. പിന്നെ ആ ഭാഗത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾ ആ ബൈപ്പാസിലേക്ക് അങ്ങോട്ട് കയറിയില്ലെങ്കിൽ ഒരു പോക്കാണ്. അത് വല്ലാത്തൊരു പോക്കാണ് പോവുക. വാഗണിൻ്റെ വർക്കുണ്ടല്ലോ, ഇതുപോലെ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് വർക്ക് ഫിനിഷായ ഭാഗത്തു കൂടി ഇങ്ങനെ പോകുന്ന കുറഞ്ഞ ഭാഗമുണ്ടോ. ഇത് കഴിഞ്ഞുള്ള പിന്നുള്ളത് എവിടെയാണ്? പിന്നെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ
അത് കഴിഞ്ഞ് പയ്യോളി കക്കോടി ആ ഭാഗത്ത് കുറച്ചുണ്ട്. കക്കോടി അല്ല, തിക്കോടി. അങ്ങനെ ചുരുങ്ങിയ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒക്കെ കണക്കാൻ. ഇതൊന്നും ശരിയില്ല കേട്ടാ, ശരിയില്ല. ഇവിടുത്തെ ഡിവൈഡർ ചാടി കിടക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് മെല്ലെ എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഈ ഡിവൈഡറൊക്കെ പൂപ്പ് പിടിച്ച് ഫുള്ള് കഴിഞ്ഞ മഴൻ്റെ മുമ്പ് ചെയ്ത വർക്കുകൾ കേട്ടോ അതൊക്കെ. ചേമഞ്ചേരി വരെ ഇങ്ങനെ ഒരു ഏകദേശം വർക്ക് ഫിനിഷായ രീതിയിൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു 6 വരിപ്പാതൻ്റെ ഒരു സ്ട്രക്ചറായ ഒരു ഏരിയ ഇങ്ങനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ അവിടെയൊക്കെ മണ്ണിടുന്ന ജോലികൾ, അതുപോലെ നമ്മുടെ പ്ലെയിൻ ബ്ലോക്കൊക്കെ വെക്കുന്ന ആ ജോലികൾ. പ്ലെയിൻ ബ്ലോക്ക് വെക്കുന്ന ജോലി നടക്കുന്നില്ല, ക്രെയിനൊന്നും അവിടെ കാണുന്നില്ല. പ്ലെയിൻ ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് അവിടെ മണ്ണിടണ റോളർ വെച്ച് അമർത്തുന്ന കാഴ്ച കാണുന്നുണ്ട്. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇവിടെ ഈ ബാക്കിൽ കാണുന്നത്. അതാ അവിടെ. യെസ്, പൊയിൽക്കാവ് അണ്ടർപാസ് ആട്ടാ നേരത്തെ കാണിച്ചത് ബാക്കിൽ ഇവിടേക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പം ഇവിടെയൊക്കെ കുത്തിവരായി കിടക്കുന്നുണ്ട്. കുത്തിവരായി ഇതുപോലെ ഇനി എത്ര കാലം നിൽക്കും എന്നുള്ളത് പടച്ചോന്നിച്ചുണ്ട്. എന്തായാലും ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ബോറില്ല കാണാൻ. മഴ അങ്ങോട്ട് പെയ്തുണ്ടായില്ലല്ലോ, ചളിയും ഒക്കെ കൂടി ആയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഇടിയും. മഴക്കാലത്തൊക്കെ ഇതിലെ പോകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഞാൻ ചെങ്ങോട്ടുകാവ് അണ്ടർപാസിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടുന്ന് നമ്മുടെ പഴയ റോഡ് കൂടി അങ്ങനെ യാത്ര. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് ഇവിടുന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ റോഡ് ഇതിലെ എങ്ങനെ പോകുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു മാറ്റം. ഇവിടെ കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിച്ചു എന്നുള്ളത് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിച്ചിട്ട് വാഹനങ്ങൾ ഇതിലെ വിടുന്ന തോതിലാക്കിയിട്ടുണ്ട്. മുകളിലുള്ള വർക്ക് ഇവിടെയൊക്കെ ജോയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി എത്ര കാലം കഴിയും. ചില കമ്പനികൾ അങ്ങനെ വെരി ബാഡ്. വാഗടിൻ്റെ പണിയൊക്കെ നിർത്തി പോകണ്ട അവർ. ഇതെന്തായാലും ഇവിടെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് എടുത്തത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. നമ്മുടെ ക്യാംസിൻ്റെ വർക്കിലാണ്. ആകെ ഒരു സ്ഥലത്താണ് അവരെടുത്തത്, വേങ്ങേരി. പക്ഷേ കണ്ടിട്ട് വലിയൊരു വൃത്തിയില്ലാത്തൊരു ടീമായിരുന്നു വർക്ക് എടുത്തത് തോന്നുന്നു. ഇവിടെ കോർണറിൽ വേറൊരു ആ പ്ലെയിൻ ബ്ലോക്കിൻ്റെ അവിടെ ഒരു ചതുരത്തിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, മൂല. യെസ്, അതൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നല്ല ഹരണ്ടാവും കാണാൻ. എന്തായാലും ചെങ്ങോട്ടുകാവ് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിൽ നിന്ന് കയറി നോട്ടോ. അവിടേക്ക് എന്തായെന്നുള്ളത് സർവീസ് റോഡ് കൂടി അങ്ങോട്ട് പോകാൻ കഴിയും തോന്നുന്നു. ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കുറേ ആയിട്ടോ കഴിഞ്ഞിട്ട്. സർവീസ് റോഡ് പക്ഷേ ഇവരുടെ വർക്കുണ്ടല്ലോ ഒരു ഐഡിയ ഇല്ലാത്തൊരു വർക്ക് പോലെ. ഐഡിയ അങ്ങനെ പറയല്ല കേട്ടോ ഞാൻ. നമ്മുടെ ക്യാംസിൻ്റെ വർക്കിലും KNRCൻ്റെ വർക്കിലൊക്കെ സർവീസ് റോഡ് അവർ അത്യാവശ്യം ഒരു ഫിനിഷിങ്ങിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇതുവരെ വന്ന സർവീസ് റോഡ് ഒരു വസ്തുവിന് പറ്റില്ല. അപ്പോൾ അതൊന്ന് അത്യാവശ്യം ഫസ്റ്റ് ടാറിങ് ഒരു അത്യാവശ്യം ഒരു ക്വാളിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഉഷാറാകുമായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ മോശമാണ്. ശോചനീയ അവസ്ഥ. ഇതിൻ്റെ മുകളിൽ കയറി വെക്കട്ടോ. അങ്ങനെ ഞാൻ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ മുകളിലെത്തിട്ടോ. അവിടെ നേരെ വന്നു ഈ ഓവർപാസിൻ്റെ ഇവിടെയൊക്കെ ഗാഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്തൊരു കാലെത്രയെന്ന് അറിയുന്നത് ഒരു കൊല്ലത്തിനും മേലായി. അവിടേക്ക് മണ്ണിടാൻ തുടങ്ങി. ഞാൻ 3-4 മാസം മുമ്പിട്ട് വീഡിയോയിൽ മണ്ണിടൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ മണ്ണ് ഫില്ലായില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അതേ സമയത്ത് ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഈ ഭാഗത്തേക്ക് അപ്രോച്ച് റോഡിൻ്റെ ഫുൾ വർക്ക് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രാഷ് ബരിയർ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഭാഗം ക്രാഷ് ബരിയറുണ്ട്.
പക്ഷേ എനിക്കിതാ ഈ സൈഡിലേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചൊരു റീപ്ലെയിം ബ്ലോക്കിൻ്റെ വർക്കാട്ടോ ആ സൈഡിലുള്ളത്. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ക്രാക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ മഴയത്ത് സംഭവിച്ചതായിരിക്കും. ഒന്നങ്ങോട്ട് വലിഞ്ഞുണ്ടാവും. റീപ്ലെയിം ബ്ലോക്ക് അങ്ങനെ അങ്ങോട്ട് പോകില്ല കേട്ടോ. അതിൻ്റെ ഓരോ ബ്ലോക്കിൻ്റെ ബെൽറ്റും ഏകദേശം 20 അടിയോളം നീളത്തിൽ ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അവർ. പക്ഷേ അതൊന്ന് ആ ബെൽറ്റൊക്കെ വെക്കണ അവരുടെ വലിവും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് ഇതായിണ്ടാവും. ഒന്ന് ടൈറ്റായി നിൽക്കണം. ഇപ്പോൾ ഉഷാർ ടൈറ്റിൽ അവിടെ നിൽക്കുന്നുണ്ടാവും എന്ന് നമുക്ക് സമാധാനിക്കാം. അങ്ങനെ അവിടെ പോകില്ല. ആ ബെൽറ്റ് അതിൻ്റെ നല്ല ലോക്കാണ് ആ ബ്ലോക്കിൻ്റെ മുകളിൽ. ആ ബെൽറ്റ് ഓരോ ബ്ലോക്കായിട്ട് എങ്ങനെയായാലും പോകില്ല. ഇത്രയും ഭാഗത്ത് ഇവിടെ വന്ന് ഈ ബെൽറ്റ് ഇവിടെ വന്ന് ലോക്കാക്കുന്നുണ്ട് അവർ. അതിൻ്റെ തല 2 കമ്പി അടിച്ചിട്ടൊക്കെയാണ് ലോക്കാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഹൈറ്റിലുള്ള മണ്ണൊക്കെ വരുന്നില്ലേ, അതൊക്കെ അതിൻ്റെ മുകളിൽ വെയിറ്റ് വന്ന് ടൈറ്റായി അവിടെ നിൽക്കുകയാണ്. പക്ഷെ എല്ലാം കൂടി ടൈറ്റാക്കി ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കൂടി ആയിട്ട് മണ്ണ് ഇത്രയും ലോഡ് വരില്ലേ, ഒന്ന് വലിഞ്ഞ ഒരു അടയാളാട്ടോ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കാം. ഇനി അങ്ങോട്ട് പോകില്ല വിചാരിക്കുന്നത്. ഞാൻ അടിയിലുള്ള ഓരോ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ആ ഒരു ചെറിയൊരു വിശ്വാസമുണ്ട്. അവിടെയൊക്കെ ബ്ലോക്കിൻ്റെ വർക്ക് അതാണ്. ആ ഭാഗത്തൊക്കെ ബ്ലോക്കിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബാങ്കേരി നമ്മുടെ KMC ഒരു വട്ടം ഉപയോഗിച്ച് പിന്നെ അവർ ഫുള്ള് ബ്ലോക്കിൻ്റെ ചെറിയ കട്ടകളില്ലേ, ചെറിയ കട്ടകളുടെ വർക്കാട്ടോ അവർ ചെയ്തത്. ഇതാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസ്. അതാ അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ പാള് കാണുന്ന സൈഡിൽ ആ ബെൻഡ് കഴിയുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ബാലുശ്ശേരിയിലേക്ക് പോകുന്ന ഓവർപാസ് കേട്ടോ. ഈ ടാറിങ് കഴിഞ്ഞിട്ട് കംസെ കം 2 കൊല്ലെങ്കിലായി ഉണ്ടാവും. ബാക്കി കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് നിങ്ങളുടെ ഇറങ്ങി വന്ന് വാഗഡ് കമ്പനിയുടെ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. എന്താ ചെയ്യുക, നമുക്കിതിങ്ങനെ കണ്ടെടുക്കാനല്ലേ പറ്റുള്ളൂ. ഗവൺമെൻറ്റും കമ്പനിയും തമ്മിലുള്ള കരാറാണ്. അപ്പം അവർ ഇന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. NHAI ചിലപ്പം അതൊന്നും പൈസൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇപ്പം NHAI ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്താളേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.